തിരിച്ചു വരാം. ഡോക്ടർ എം പി നാരായണൻ, പക്ഷേ ഈ ശ്രീ എൻ പി ആഷ്ലി ചൂണ്ടിക്കാണിച്ചതുപോലെ കാലിക്കറ്റ് സർവകലാശാല ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ ഒരു പരിധിവരെ ഒരു തമാശയാണ്. അതിപ്പോൾ ഈ വൈസ് ചാൻസലർ ഇപ്പോഴുള്ള വൈസ് ചാൻസലർ വന്നതിന് മുമ്പ് തന്നെ അതങ്ങനെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുണ്ട്. അത്രക്ക് വഷളായിരുന്ന ഒരിടത്ത് രാഷ്ട്രീയാധിപ്രസരം, യൂണിയനുകളുടെ കളികൾ, യൂണിയനുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട സംവിധാനം മാത്രമായി വിദ്യാർത്ഥികൾക്കോ അക്കാദമികമായ കാര്യങ്ങൾക്കോ അല്ലാതെയുള്ള ഒരവസ്ഥയിൽ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യവസ്ഥ വരട്ടെ എന്ന് കരുതി ഒരു ഏകാധിപത്യപരമായ രീതിയിൽ വൈസ് ചാൻസലർ പെരുമാറി എന്നത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ അത്രക്ക് വഷളായിരുന്നു കാര്യങ്ങൾ എന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതല്ലേ? അവിടെ ഈ വൈസ് ചാൻസലർ ഇടപെട്ടതോടുകൂടിയാണ് പ്രശ്നങ്ങളുണ്ടായത് എന്ന് പറയുന്നത് കാര്യങ്ങളെ നമ്മൾ ഗൗരവം കുറച്ച് കാണുന്നതിന് തുല്യമാവുകയില്ലേ? ഒരു കാര്യം പറയട്ടെ, ഈ നിരന്തരമായി അസത്യം പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അത് സത്യമായി മാറും, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ വളരെ ശരിയായിട്ടൊരു കാര്യം. കോഴിക്കോട് സർവകലാശാല ഏറ്റവും ലോകോത്തരമായ സർവകലാശാലയാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ജോലി എടുക്കുന്ന സർവകലാശാലയാണ്. പക്ഷെ അതേസമയം കോഴിക്കോട് സർവകലാശാലയ്ക്ക് കൃത്യമായ ഒരു ബ്രീഫുണ്ട്. അത് ഏറ്റവും ഉന്നതമായൊരു ഗവേഷണ സ്ഥാപനമാവുക എന്ന നിലയിൽ നിന്ന് മാറിയിട്ട് പ്രധാനമായും കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു പ്രത്യേക പ്രദേശത്തെ പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി, അതാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് തന്നെ. അത് വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു കോഴിക്കോട് സർവകലാശാല. ഈ വൈസ് ചാൻസലർ വരുന്നതിന് മുൻപ് അവിടെ തികഞ്ഞ കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളും അതെ, അത് കേൾക്കുന്നവരും അതെ, യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് അന്വേഷിക്കാൻ ചുമതലയുണ്ട്. അത് അന്വേഷിക്കുന്നതായാൽ നമുക്ക് മനസ്സിലാവും. ഇതിന് തൊട്ട് മുൻപേ ഉണ്ടായ നാക് അക്രഡിറ്റേഷനിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് 2.94 എന്നുള്ള സ്കോറാണ് കിട്ടിയത്. കേരളത്തിലെ ഏറ്റവും ഉന്നത സ്കോറാണ്. 3 കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ പ്രധാനമായും കേന്ദ്ര സർവകലാശാലകളായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല സ്കോർ കിട്ടുകയും ഒരുപക്ഷെ റിസർച്ച് പ്രൊഫൈലിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻറ്റിജറായി നിൽക്കുകയും ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇത്ര മോശപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതർ വന്നിരിക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട കേന്ദ്ര സർവകലാശാലകളിൽ ആഷ്ലി അടക്കം ഉള്ളവർ പഠിച്ച് പാസ്സായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്ന വാസ്തവം നിലനിൽക്കുന്നു. ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി മുമ്പ് തികഞ്ഞും കുത്തഴിഞ്ഞ ഒരവസ്ഥയായിരുന്നു, രാഷ്ട്രീയ അതിപ്രസരമായിരുന്നു, യൂണിയനുകളുടെ വിളയാട്ടമായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിൽ ചില ഗൂഢോദ്ദേശങ്ങളുണ്ട് എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം അവിടെ ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ഒരു മിനിമം തലത്തിലുള്ള അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ തലത്തിലുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നതിൽ ആ യൂണിവേഴ്സിറ്റി ഒട്ടും പരാജയപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഇവിടെ ഞാനൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ആഷ്ലി പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയട്ടെ. നമ്മുടെ ചർച്ചകളിലൊക്കെ ദ വൈസ് ചാൻസലർ ഇസ് ദ യൂണിവേഴ്സിറ്റി, അത് വൈസ് ചാൻസലർമാർ അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദ വൈസ് ചാൻസലർ ഇസ് ദ യൂണിവേഴ്സിറ്റി, വൈസ് ചാൻസലർ നയിക്കുന്ന പോലെയാണ് യൂണിവേഴ്സിറ്റികൾ നടക്കേണ്ടത്. നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ. ഏത് യൂണിവേഴ്സിറ്റിയാണ് ഒരു വൈസ് ചാൻസലറുടെ പേര് കൊണ്ട് അറിയപ്പെടുന്നത്? അവിടെ ജോലി എടുക്കുന്ന പ്രൊഫസർമാർ, അവിടെ നിന്ന് പഠിച്ച് പാസ്സായിട്ടുള്ള ഗവേഷകർ, പണ്ഡിതർ, ഇവരാണ് ഒരു യൂണിവേഴ്സിറ്റി ആക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ മുൻപ് കുറേയുണ്ടായിരുന്നു, ഇന്ന് വളരെയധികമായി മാറിയിട്ടുള്ള അവസ്ഥ എന്നത് ഈ അക്കാദമിക്കുകൾക്ക്, അധ്യാപകർക്കും ഗവേഷകർക്കും ഈ യൂണിവേഴ്സിറ്റിയിൽ യാതൊരു സ്ഥാനവുമില്ലാതെ കേവലം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഈ വൈസ് ചാൻസലറെ പോലെയോ പ്രോ വൈസ് ചാൻസലറെ പോലെയോ രജിസ്ട്രാറെ പോലെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് പൂർണ്ണമായും റൂളിംഗ് ദ റൂസ്റ്റ് എന്ന് പറയട്ടെ, അവരാണ് എല്ലാ സാരഥ്യവും ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഏകാധിപത്യ പ്രവണത കൊണ്ട് കുത്തഴിഞ്ഞൊരു സർവകലാശാലയെ നേരെയാക്കി എടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നത് കുറഞ്ഞ പക്ഷം ഒരു അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ജനത എന്ന നിലയ്ക്കെങ്കിലും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ടതല്ലേ? അത് വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ വി ആർ പ്ലേയിങ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദീസ് ഡിക്റ്റേറ്റേഴ്സ്. ഞാൻ തിരിച്ചു വരാം. പ്രൊഫസർ നാരായണൻ, ശ്രീ ടി മുഹമ്മദ് ബഷീർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി മുഹമ്മദ് ബഷീർ, ഈ രാഷ്ട്രീയക്കാരെയാണ് എല്ലാ കാലത്തും ഇത്തരം ഘട്ടങ്ങളിൽ നാട്ടുകാർ കുറ്റം പറയുക. ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന അവരുടെ കയ്യിലേക്കാണല്ലോ. അക്കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ നടത്താത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന്. ഇതിപ്പോൾ ഗവർണർക്ക് ഒരു യോഗം വിളിച്ച് ഇത്തരം തീരുമാനങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വലിയ തോതിലുള്ള പിടിപ്പുകേട്, വിദ്യാഭ്യാസ മേഖലയോട് ആകപ്പാടെയുള്ള അവഗണന, ഇവിടേക്ക് ഇത്രയൊക്കെ മതി എന്ന തോതിലുള്ള തോന്നൽ, ഇതൊക്കെ കൊണ്ടല്ലേ? ആ വീഴ്ച തിരിച്ചറിയുന്നുണ്ടോ?
അതായത് ഇത് രാഷ്ട്രീയക്കാരുടേതായിട്ടുള്ള ഗുണദോഷമൊന്നുമല്ല ഈ പ്രശ്നം. ഇതില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യഥാർത്ഥത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം യാത്രയിലാണ്, ടെലിഫോണിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ടി മുഹമ്മദ് ബഷീർ, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് താങ്കളിലേക്ക് എത്താൻ. പ്രൊഫസർ ആർ ബി ജി മേനോൻ, ഈ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർ കുഴപ്പക്കാരാണ്. ഈ പ്രൊഫസർ ശ്രീ ഡോക്ടർ നാരായണൻ പറഞ്ഞതുപോലെ അവർ കാര്യങ്ങളെ ആകെ വഷളാക്കിയിരിക്കുന്നു എന്ന തോതിലുള്ള പ്രചരണങ്ങൾക്ക് വലിയ തോതിൽ സ്വീകാര്യത കിട്ടും നമ്മുടെ ബഹുജന സാമാന്യത്തിനിടയിൽ. അതിനകത്തേക്ക് അങ്ങേയറ്റം ഏകാധിപതിയായ ഒരാൾ വന്നതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെയെല്ലാം എൻ്റെ മാന്ത്രിക വടിയാൽ ശരിയാക്കി കളയാം എന്നൊരു തീരുമാനമെടുത്ത് വന്നതുകൊണ്ടാണോ ഈ സമീപകാലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന വാദത്തോട് താങ്കൾ യോജിക്കുമോ? ഒപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സിൻഡിക്കേറ്റിന് വഴങ്ങണം എന്നൊരു നിർദ്ദേശം കൂടെ ഇന്ന് ഗവർണർ വൈസ് ചാൻസലർമാർക്ക് നൽകിയിട്ടുണ്ട്. അത് കാര്യങ്ങൾ ജനാധിപത്യപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന നല്ല ബോധ്യമുണ്ട് ഗവർണർക്ക് എന്നതിനുള്ള തെളിവായി തന്നെ കാണണ്ടേ? അദ്ദേഹത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ശ്രീ എൻ പി ആഷ്ലി, ഈ പറയുന്നത്, അതായത് വൈസ് ചാൻസലർക്കെതിരെ ഉള്ള ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയെ നന്നാക്കും എന്ന തോന്നൽ ഉള്ള ആളുകൾക്ക് പോലും അദ്ദേഹം പക്ഷേ ഒരു ഏകാധിപതിയാണ്, സ്വന്തം നിലക്കാണ്, സ്വന്തം തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നയാളാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അത് ശരിയാണെന്ന് കരുതിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഗവർണറുടെ ഇടപെടലിനും അത്തരമൊരു ഏകാധിപത്യ സ്വഭാവമുണ്ട് എന്ന് കണ്ടാൽ അത് തെറ്റാകുമോ? എന്ന് വെച്ചാൽ ഞാനാണ് ഇക്കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടയാൾ, എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്ന് ചാൻസലർ കൂടിയായ ഗവർണർ പറയുന്ന സാഹചര്യം ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഉള്ളതായി കണ്ടിട്ടില്ല. ഈ വലിയ കുഴപ്പങ്ങൾ എല്ലായിടത്തുമായുണ്ട്, നമ്മുടെ സർവകലാശാലകളിലുണ്ട്. അതിൽ ഗവർണർ എന്ന ഏകരൂപം ഇടപെടുന്നു എന്ന് വരുമ്പോൾ അതിലും ഇപ്പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും ഈ സർവകലാശാലകളെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും അവസാനത്തെ ആധികാരികത അദ്ദേഹത്തിനാണ്. അദ്ദേഹം തീരുമാനിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നതുകൊണ്ട് അത് ഇപ്പറയുന്നതിൻ്റെ മറ്റൊരു വേർഷനായി മാറുമോ? ശ്രീ എൻ പി ആഷ്ലി. എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന്റെ ഇടപെടലിനെ ഒരു ഏകാധിപത്യപരമായ ഇടപെടലായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. അത് തികച്ചും നിയമപരമായ അധികാരം ഉപയോഗിച്ച് നിയമപരമായ രീതിയിൽ ഇതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ഗവർണർ പറയുന്ന ചില കാര്യങ്ങളാണ്. ആ പറയുന്ന കാര്യങ്ങൾക്ക് അതിന്റെ കൃത്യമായ വിലയുണ്ട്. അത് കാരണം അത് അങ്ങനെ പറയാൻ ജനങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും, നാരായണ മാഷ പോലുള്ള അധ്യാപകരും അവിടുന്ന് പുറത്തുള്ള ആളുകളൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അധപതിപ്പിച്ചവർക്ക് തന്നെയാണ് അതിന് ഉത്തരവാദിത്വം. അത് ഗവർണർക്കല്ല. കാരണം ഗവർണർ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് അത് ഏകാധിപത്യമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ സിൻഡിക്കേറ്റും ഈ സെനറ്റും ഈ വിസിയും ഇവിടുത്തെ എല്ലാ മെഷീനറിയുടെയും പരാജയമാണ് ഇന്നിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളത്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, നമ്മൾ ഈ ചർച്ചയെ നമ്മൾ എടുക്കേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ചർച്ചയെ എടുക്കേണ്ടത് ഗവർണർ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഗവർണർ പറയുന്നതിനെ കുറിച്ച് പേടിക്കേണ്ട ഒരു അന്തരീക്ഷം ഇപ്പോൾ അവിടെ ഇല്ല. ഗവർണർ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ് ആ രീതിയിൽ ഇടപെടുക ആയതുകൊണ്ട് അത് വേറൊരു രാഷ്ട്രീയ അധികാരമല്ല, വേറൊരു രീതിയിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സാധ്യതകളും പരിമിതികളുള്ളൊരു ഓഫീസാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ആ ഇടപെടലുകൾ നന്നായി എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകമായ സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പറയാൻ ശ്രമിക്കുന്നത് ഇത് ഇപ്പോൾ ഉണ്ടായൊരു പ്രശ്നമാണെന്നല്ല, പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളെ കുറിച്ചും നമ്മൾ ഇരുന്നൊരാലോചന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ആലോചിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടായ ഒരു വളരെ ക്ലിയറായ നാരായണ മാഷ് പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നത്തിലെ പ്രതിയെ മാറ്റി നിർത്തി അത് പ്രതിയല്ല മുമ്പേ എങ്ങനെയാണെന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് കാര്യങ്ങൾ ഈ വാർ ഓഫ് ഓൾ അഗൈൻസ്റ്റ് ഓൾ എന്ന് പറയുന്ന പോലത്തെ എല്ലാവരോടും യുദ്ധം ചെയ്യുന്ന ഒരു നാഥനും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും അതിൽ താൻ എല്ലാം തീരുമാനിച്ചോളാം വളരെ ആർബിട്രേറ്റ് യാതൊരു ആളുകളെ മുഴുവൻ എതിർപ്പാവുന്ന രീതിയിൽ ഒരു VC പെരുമാറുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാരായണ മാഷ് പറയുന്നിടത്തുനിന്നും പത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എൻ്റെ പ്രശ്നം, ഈ ഗവർണറെ ഇടപെടുമ്പോൾ ഗവർണർ എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ നോക്കണം. അതൊരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഈ
മൊത്തം പ്രശ്നങ്ങൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രീം ലൈൻ, അതായത് ഭരണപരമായിട്ട് ഇതൊക്കെ നേരെയാക്കിയാൽ ഇതിന്റെ കണ്ടന്റ് ശരിയാവോ എന്നുള്ളതിലേക്ക് നമ്മൾ ചർച്ച പോകണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്വയംഭരണ അവകാശം എന്ന് പറഞ്ഞിട്ട് കൊട്ടുഘോഷിക്കപ്പെടുന്ന ഒരു സംഗതി നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോളേജുകൾ മുഴുവൻ, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ആവട്ടെ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ആവട്ടെ, പ്രസിഡൻസി ആവട്ടെ, സ്വയംഭരണാവകാശം ഓട്ടോണമി, അതാണല്ലോ ഇന്ന് ഗവർണർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് അപകടം ചെയ്തിട്ടില്ല. അതിന് ഒരുപാട് അക്കാഡമിക് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ എന്തിനാണ് മാറുന്നത്? ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാരായണ മാഷ് പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട പണി അത് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ ഒരു വളരെ വിശ്വസനീയമായൊരു ഡിഗ്രി അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വിശ്വാസ്യത എങ്ങനെ നഷ്ടപ്പെട്ടു? അത് കഴിഞ്ഞ 3 വർഷമാണോന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാറില്ല, കുറച്ച് കാലങ്ങളായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാത്രം സ്ഥിതിയല്ല ഇത്. ഡൽഹി ഞാൻ തിരിച്ചു വരാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. പ്രൊഫസർ ആർ ബി ജി മേനോൻ, താങ്കൾക്ക് നേരത്തെ പറഞ്ഞു വന്ന് തുടരാം. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. ഈ സിൻഡിക്കേറ്റിന് വഴങ്ങണം എന്ന് കൂടെ ഗവർണർ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് സ്വാഭാവികമായും അതൊരു ഏകാധിപത്യപരമായിട്ടുള്ള നടപടിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ കാണേണ്ടതാണ്. സിൻഡിക്കേറ്റിന് വഴങ്ങണം, കാര്യങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ പുരോഗമിക്കണം, കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാലയുടെ കാര്യത്തിൽ ഇത് വൈസ് ചാൻസലർക്കെതിരായ കൃത്യമായിട്ടുള്ള ഒരു ആരോപണം കൂടെയല്ലേ? അദ്ദേഹത്തിൻ്റെ നടപടികൾ ശരിയായതായിരുന്നില്ല എന്ന് തിരിച്ചറിയപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റാണ് പരമാധികാര സമിതി. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, സംശയവുമില്ല. പക്ഷേ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമാണ് എന്ന് വൈസ് ചാൻസലർക്ക് തോന്നുകയാണെങ്കിൽ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്കല്ല കാര്യങ്ങൾ നീങ്ങേണ്ടത്. അതിന് ചാൻസലറെ സമീപിക്കാം. ചാൻസലർ അതിൽ ഇടപെടാൻ മനസ്സുണ്ട്, കൺസേൺഡ് ആണ് എന്നുള്ള ഒരു സന്ദേശം ഗവർണർ കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്, അതിൽ സംശയമില്ല. അതിൽ ഞാൻ പറയാൻ വന്നത്, തീർച്ചയായിട്ടും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ വൈസ് ചാൻസലർമാരുടെ പെരുമാറ്റ ശൈലി വളരെ പ്രധാനമാണ്. ചിലർക്ക് അതിനുള്ള ഒരു സ്വാഭാവികമായ ഒരു ശേഷി ഉണ്ടാകും, ചിലർക്ക് ആ സ്വാഭാവികമായ ശേഷി കുറവായിരിക്കും. അതിൻ്റെ ഒരു പ്രശ്നം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ ഉണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ സിൻഡിക്കേറ്റിനകത്ത് തന്നെയുള്ള പ്രൊഫസർ ആർ വി ജി മേനോൻ, സിൻഡിക്കേറ്റിനകത്ത് തന്നെയുള്ള ആളുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്? ഈ സർവകലാശാലകൾ പോലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ഇടത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്ഥലത്ത്, അതുപോലെ അക്കാദമിക് കൗൺസിൽ പോലുള്ള അക്കാദമികമായിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഇടങ്ങളിലേക്ക് വെറും രാഷ്ട്രീയത്തിൻ്റെ പ്രാതിനിധ്യം കൊണ്ട് മാത്രം എത്തിച്ചേരുന്ന അവസ്ഥ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ? അക്കാര്യത്തിൽ കൂടെ മാറ്റമുണ്ടാകേണ്ടതല്ലേ? ഇപ്പോൾ ഭരണപരമായ സ്തംഭനാവസ്ഥ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരിഹരിക്കും എന്ന തോന്നലുണ്ടായിരിക്കുന്നു. ഭരണപരമായ സ്തംഭനാവസ്ഥ പരിഹരിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ അക്കാദമികമായിട്ടുള്ള മുരടിപ്പ് മാറുന്ന അവസ്ഥ ഉണ്ടാകുമോ? അതുകൂടെ പരിഹരിക്കാൻ ഏത് വിധത്തിലുള്ള ഇടപെടലാണ് വേണ്ടിവരിക? തീർച്ചയായിട്ടും നമ്മുടെ സിൻഡിക്കേറ്റ് സംവിധാനവും ഒരു പരിശോധന അർഹിക്കുന്നുണ്ട്. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ മാത്രമല്ല, സിൻഡിക്കേറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലും അവരെ നാമനിർദ്ദേശം ചെയ്യുന്നതിലും രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ അക്കാദമിക അല്ലാത്ത പരിഗണനകളുടെയോ സാന്നിധ്യവും പ്രാധാന്യവും പലപ്പോഴും വരാറുണ്ട്. അത് സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കാറുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളായി വരുന്നവരെല്ലാവരും സർവകലാശാലയുടെ അക്കാദമിക പുരോഗതി മാത്രം ലക്ഷ്യമാക്കുന്നവരാകണമെന്നില്ല. എന്ന് തന്നെയല്ല, അവർ ഇപ്പോൾ വൈസ് ചാൻസലർമാർ വളരെ വിസിബിളാണ്, ജനങ്ങളുടെ മുൻപിൽ അവരെപ്പോഴും പ്രത്യക്ഷരാണ്. പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ താരതമ്യേന അനോണിമസ് ആണ്. അതും ആ ഒരു സന്ദർഭം, ആ ഒരു സാഹചര്യവും സർവകലാശാലയിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ക്യാബിനറ്റ് അംഗങ്ങളെ പോലെ സർവകലാശാലയുടെ ഓഫീസിൽ ഇടപെടുകയും അവരുടെ ഫയലുകൾ പരിശോധിക്കുകയും അത്തരം അധികാരങ്ങളൊന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കില്ല. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനവും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. എന്ന് തന്നെയുമല്ല, വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നതിനെപ്പറ്റി തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 50-60 വർഷം മുമ്പുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഭരണ രീതിയും ഭരണത്തിൻ്റെ ശൈലിയും പ്രവർത്തന രീതിയും എല്ലാം പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തികച്ചും വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല. ഈ സിസ്റ്റത്തിൻ്റെ ചില തകരാറുകളും ഇപ്പോൾ വിവിധ സർവകലാശാലകളിൽ, കാലിക്കറ്റ് എന്തോ വലിയ മോശമാണെന്നുള്ള മട്ടിൽ പറയുന്നതിൽ അർത്ഥമില്ല, പല സർവകലാശാലകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൊത്തം ഈ ഭരണ സംവിധാനത്തിൻ്റെ അവസ്ഥയും അതിൻ്റെ രീതിയും കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു.